പറഞ്ഞൊരു കാര്യങ്ങളൊന്ന്, അതായത് പല കാര്യങ്ങളും സിംബറായിട്ടുള്ള ഈന കുറുപ്പ് തന്നോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അൻസിബ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് വഴിയാണ് താൻ അറിഞ്ഞത് എന്നുള്ളതാണ്. ആ സമയം അത് കേട്ടപ്പോൾ അതാ ഞാൻ ചോദിക്കുന്നത്. 17 ആൾക്കാരിൽ ഒരാൾ കേട്ടു. ഓക്കെ, സോ വൈ നോട്ട് ദി അതർ 15 ആൾക്കാർ? അൻസിബയും കേട്ടിട്ടില്ല. അൻസിബൻ്റെ സ്വന്തം, നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞത് അൻസിബ കേൾക്കാത്ത വാക്കുകളാണ് അൻസിബയോട് പറഞ്ഞത്. സോ വൈ? നമ്മൾ ഇന്ന് ഐ ക്യാമ്പിലായിരുന്നു. അതിൻ്റെ ഇടയിൽ എവിടുന്നാണ് ഞാൻ ഇത് ഇരുന്നത്? ഇതിപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, ഐ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതൊക്കെ യെസ്. അതിൽ ലക്ഷ്മി പ്രിയൻ്റെ കാര്യമുണ്ട്, ടിനി ടോമിൻ്റെ കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓഫ് കോഴ്സ്, വൈ നോട്ട്? ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് മതസ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പ് വാങ്ങരുത് എന്നൊരു അഭിപ്രായം അൻസിബ ഈ കമ്മിറ്റിയിൽ ഉന്നയിച്ചിരുന്നു. യെസ്, അത് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. നമുക്ക് എവിടുന്ന് വേണമെങ്കിൽ ചാരിറ്റി, ഏത് ഓർഗനൈസേഷൻ, ഏത് മതപരമായ സ്ഥാപനത്തിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ചാരിറ്റി എടുക്കാം, ലീഗലി വിത്ത് അവർ എന്താ പറയുക, നമ്മളുടെ ലോയേഴ്സ്, അഡ്വക്കേറ്റ്സ് എല്ലാവരോടും ചോദിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ. നമ്മൾ ഒരു കാര്യം ഇവിടെ ലീഗലി ഇല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ബാങ്ക് വഴി തന്നെയാണ്. അപ്പോൾ ഹൗക്കം അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, അത് ആ കുട്ടി ഉന്നയിച്ച ഒരു കാര്യമാണ്. പക്ഷെ അതൊരു കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമല്ല പറഞ്ഞത്. ആ കുട്ടീൻ്റെ അഭിപ്രായം പറഞ്ഞു. ഏത് കുറച്ച് ആൾക്കാർക്ക് എല്ലാവരും കുറേ ഇതുണ്ടായിരുന്നു. പക്ഷേ മെജോറിറ്റി, അതുകൊണ്ടല്ലേ നമ്മളുടെ ടൈറ്റിൽ സ്പോൺസർ ഒരു അമ്പലമായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രസിഡന്റിനെ നോക്കുകൂത്തിയാക്കി ജനറൽ സെക്രട്ടറി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആക്ഷേപം നേരത്തെ വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ടിനി ടോം വ്യക്തിനോട് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ബൈലോ പ്രകാരം നമ്മളെ ഇതുവരെ തെറ്റിദ്ധരിപ്പിച്ച ഒരിതാണ് ദാറ്റ് പ്രസിഡൻറ്റ് ഒരു നോക്കുത്തിയാണ്, ഒരു സ്റ്റാമ്പാണ്. പക്ഷെ അങ്ങനെയല്ല. പ്രസിഡൻറ്റ് തന്നെയാണ് ദ ഹെഡ് ഓഫ് ദ ഹോൾ തിങ്. ജനറൽ സെക്രട്ടറി പണ്ട് ഇടവേള ബാബു ചേട്ടനാണ് നമ്മുടെ 25 വർഷം ഈ സ്ഥാപനം, അല്ലാതെ അമ്മ അസോസിയേഷൻ നയിച്ചത്, അതും ബ്യൂട്ടിഫുള്ളി ആയിട്ട്. അപ്പോൾ ആ ഒരു ആളുടെ സാക്രിഫൈസ് നമ്മൾ ഇത്രയും ഒരു എന്താ പറയുക, ഒരു തമാശ രൂപേണ എല്ലാവരും വിചാരിക്കുന്നത് ജനറൽ സെക്രട്ടറിയാണ്, എല്ലാം അല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദാറ്റ് ഇന്നസെൻ്റ് അങ്കിളും മോഹൻലാലും പോലെ പ്രസിഡൻറ്റ് ഇരുന്നപ്പോൾ അവർ ജസ്റ്റ് ഒരു സ്റ്റാമ്പായിരുന്നു? അതേ ബൈലോയിൽ തന്നെയല്ലേ ഞാനും വരുന്നത്, അല്ലാതെ നമ്മളുടെ ഈ ഒരു ഭാരവാഹിത്വം വരുന്നത്. ജെൻഡറായിട്ട് നമുക്ക് സംസാരിക്കേണ്ട. പിന്നെ ഇത് ഇപ്പോഴല്ലേ മീഡിയൻ്റെ ഇത്ര അറ്റൻഷൻ വന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനൊരു കുറവൊന്നുമില്ല, യുദ്ധത്തിനൊരു കുറവുമില്ല. വാക്കാല മാത്രമേ ഉള്ളൂ. ഏതുമാ സെയിം ടൈം വന്നൊരു ഗുരുതര ആരോപണമാണ്. അതായത് അദ്ദേഹം മതപരമായിട്ട് അൻസിബയെ കളിയാക്കി, ലൈക്ക് ഒരു ജിഹാദി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ബാക്കി എല്ലാവരും മണ്ടന്മാരായിരിക്കുന്നത് ഈ മീറ്റിംഗിൽ? പിന്നെ അതാണ് ഗുഡ്, താങ്ക് യു, അറ്റ്ലീസ്റ്റ് യു നോ ദാറ്റ്. അമ്മ സംഘടനയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമ്മ സംഘടനയിൽ തന്നെ ഉന്നയിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ തിന്നിട്ടോ അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. അപ്പോൾ ഈ പൊതുമൊത്തത്തിലേക്ക് ചർച്ച കൊണ്ടുവന്ന് ഇപ്പോൾ എന്തായിരിക്കും അമ്മയുടെ നടപടി കാര്യങ്ങളുണ്ടാവുക? അത് അമ്മയുടെ ഉള്ളിലല്ലേ നടക്കാൻ പോകുന്നത്. എന്തിനാ എതിര്? അൻസിബേനെ നമ്മൾ കേൾക്കും ഓട്ടോമാറ്റിക്കലി, ദാറ്റ്സ് ആർ ഡ്യൂട്ടി. നമ്മുടെ മെമ്പറല്ലേ, വി വിൽ റെസ്പെക്ട് ഹർ, വി വിൽ ലിസൺ ടു ഹർ. ഒരു കമ്മിറ്റിയും ചേർന്നിട്ടില്ല. നമ്മളിതാ ഒരു ക്യാമ്പ് കഴിഞ്ഞു, നാളെ അടുത്ത സെക്കൻഡ് ഡേ ക്യാമ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും രാവിലെ വന്ന് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. സോ അതിന് നിങ്ങൾ ഇങ്ങനെ ഒരു ന്യൂസിൽ ഡൈല്യൂട്ടായി പോയി, അത് സങ്കടം, ആ ഒരു സങ്കടമേ ഉള്ളൂ, അതൊന്നുമില്ല. ബിക്കോസ് നമ്മളുടെ മെമ്പേഴ്സിന് വെൽഫെയറിന് വേണ്ടി, അവരുടെ സ്പൗസസിന് വേണ്ടിയിട്ട് ഇസാറ പ്രീമിയം ഐ കെയർ ഹോസ്പിറ്റൽ ഇത്രയും നല്ലൊരു മഹത്തായ കാര്യം നമ്മുടെ കൂടെ അമ്മ അസോസിയേഷൻ്റെ കൂടെ ചെയ്യുമ്പോൾ അതിന് ഇങ്ങനത്തെ ഒരു ഇതിൽ ഡൈല്യൂട്ട് ചെയ്ത് ഇതൊരു ഒരു ഒരു പ്ലാൻഡ് മൂവാണ്. അല്ല, ഇനി നമ്മൾ വിചാരിച്ചു EC തന്നെയാണ് എല്ലാം, ECൻ്റെ മുമ്പിൽ തന്നെ എല്ലാം വരട്ടെ. ഇല്ല 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 ഇപ്പോൾ ഇത് ഐ കെയർ ഹോസ്പിറ്റൽ ഇതാണ്, പിന്നെ അടുത്ത് നമ്മുടെ ജനറൽ ബോഡിയാണ്. അതൊക്കെ ഇപ്പോൾ നമ്മൾ നല്ല
ഇല്ല ജനറൽ ബോഡിയിൽ വേറെ എത്രയോ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അമ്മ ഈസിയിൽ സംസാരിക്കുന്നുണ്ടോ? കാരണം അത്ര അടുപ്പമുള്ള ആൾ കൂടിയാണല്ലോ, സ്വാഭാവികമായിട്ടും അത്ര പരാതി. അൻസിബയോ നമ്മൾ അൻസിബ എനിക്ക് തോന്നുന്നു ജനറൽ സെക്രട്ടറി 2 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. യെസ് 100%. ഈ ഒരു ജനറൽ ബോഡി തകർക്കാനുള്ളൊരു മൂവാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെ പുറത്തുനിന്നുള്ള കളികളോ ആരെങ്കിലും? അപ്പോൾ നിങ്ങളെല്ലാവരും ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓക്കെ നേരത്തെ തന്നെ വലിയ വിവാദം, സ്ത്രീ വിഷയങ്ങളടക്കം വലിയ വിവാദം ഉണ്ടായ ശേഷമാണ് പുതിയ ഭരണസമിതി അധികാരത്തിലേക്ക് വരുന്നത്. താങ്കൾ അധികാരത്തിലെത്തിയപ്പോൾ നവോത്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ, സ്ത്രീ വിഷയങ്ങളടക്കം പരിഗണനയൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം വരുന്നു, അതിനെ പഴയ രീതിയിൽ തന്നെ പരിഹരിക്കാൻ നേരിടുമെന്നാണ് പറയുന്നത്. എങ്ങനെയായിരിക്കും ഇതിൽ സ്ത്രീയോ പുരുഷനല്ല, നമ്മൾ നടന്മാരാണ്. നമ്മുടെ അമ്മ അസോസിയേഷനിൽ നമ്മൾ ഏതാളുടെയും, സ്ത്രീ ആണെങ്കിൽ ആണുങ്ങളുടെ ആണെങ്കിലും പ്രശ്നം തന്നെയാണ്. അത് അത്രയേ ഉള്ളൂ. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. ദെർസ് നോ ജെൻഡർ ഇൻ ദിസ്. ആർട്ടിസ്റ്റിന് ഒരു ജെൻഡേഴ്സ് ഇല്ല. യാ താങ്ക് യു സോ മച്ച്. താങ്ക് യു.